പാരന്റ്സും കുട്ടികളെ സംശയിക്കാറില്ല. എന്നാൽ സംശയിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംശയിക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ലെങ്കിലും നമ്മൾ സംശയിച്ചേ പറ്റൂ. അവരുടെ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ നിരീക്ഷിക്കണം. ഹലോ ഓൾ, വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്ന് ന്യൂ ഇയർ ആണ്. എന്നാൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം 2025 തുടക്കത്തിൽ തന്നെ രക്തത്തിൽ മുങ്ങിയിരിക്കുകയാണ് 2025. കാരണം ഇന്ന് രാവിലെ മുതലേ നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസസ് എന്ന് പറയുന്നത് മരണങ്ങളാണ്. മരണങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഈ മരണങ്ങൾ എന്ന് പറയുന്നത് അപകട മരണങ്ങളും കൊലപാതകങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തൃശ്ശൂരിൽ ഒരു വ്യക്തിയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചിരുന്നു. കാരണം എന്ന് പറയുന്നത് പുതുവർഷ ആശംസ അറിയിച്ചില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ വ്യക്തിയെ കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരുപാട് ആക്സിഡന്റ്സും രാവിലെ മുതലേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ 5 പേരോളം 5ൽ കൂടുതൽ പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇതിൽ സങ്കടകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഒരു സ്കൂൾ വാൻ മറിയുകയും അതിൽ നിന്നും 14 വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ഒരു വിദ്യാർത്ഥി ദാരുണമായി മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കേരളത്തിൽ മാത്രമല്ല, മറ്റു രാജ്യത്തെ പല ഭാഗത്തും ഓരോ അപകടങ്ങൾ ആയിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ചെന്നൈയിൽ നോക്കിയാൽ ചെന്നൈയിൽ ബൈക്ക് സ്റ്റണ്ടിങ്ങിനിടെ ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറെയും ഒരുപാട് പേര് ഓരോ കാരണങ്ങളാൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുറം രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയിൽ 4 പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഫയർ ക്രാക്കേഴ്സ് കത്തിയിട്ട് ഒരു ഹൗസ് കത്തിയിട്ടാണ് അവർ മരണപ്പെട്ടിട്ടുള്ളത്. പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം ഈ ഇൻസിഡൻസിലെ പകുതിയിൽ കൂടുതൽ ഇൻസിഡൻസിനുള്ള കാരണം എന്ന് പറയുന്നത് ലഹരി ഉപയോഗമാണ്. നമുക്കറിയാം, ലഹരി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ. ഇപ്പൊ റീസെന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ കുത്തി കൊന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 2 14 വയസ്സുള്ള വിദ്യാർത്ഥികളായി. പോലീസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, പോലീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ആ 2 വിദ്യാർത്ഥികളും ലഹരിക്ക് അടിമയാണെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാരണത്താലാണ് ഈ വ്യക്തിയെ കുത്തിക്കൊന്നിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒട്ടുമിക്ക പാരന്റ്സും കുട്ടികളെ സംശയിക്കാറില്ല. എന്നാൽ സംശയിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സംശയിക്കുന്ന അത്ര നല്ലൊരു കാര്യമല്ലെങ്കിലും നമ്മൾ സംശയിച്ചേ പറ്റൂ. അവരുടെ ഓരോ ആക്ടിവിറ്റീസും നമ്മൾ നിരീക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യത്തെ തടസ്സപ്പെടുത്താൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ നിർത്തലാക്കാൻ പറ്റുകയുള്ളൂ. ഇതിനെ ചെറുത്തു നിൽക്കുക എന്ന് പറയുന്നത് പോലീസിന്റെ മാത്രമുള്ള ഒരു കാര്യമല്ല. ഓരോ സൊസൈറ്റിയിലെ ഓരോ വ്യക്തിയുടെയും, പ്രത്യേകിച്ചും പാരന്റ്സിന്റെ ഡ്യൂട്ടിയാണ് ഈ ഒരു ഡ്രഗ്സ് എന്നുള്ള കാര്യത്തിന് പ്രിവെന്റ് ചെയ്ത് ചെറുത്തു നിൽക്കുക എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ട്, സൊസൈറ്റിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ട് ഇതിനെ ചെറുത്തു നിൽക്കുക തന്നെ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു ലെവലിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. And thanks for watching me and stay tuned for another video. Okay, thank you.